പ്രിയ സജ്ജനങ്ങളെ, സാദരനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ നമുക്കിന്ന് ചിന്തിക്കേണ്ടത് സതീദേവിയെ കുറിച്ചാണ്. അരുന്ധതി, അനസൂയ, സാവിത്രി, ജാനകി, സതി. ദക്ഷ പ്രജാപതിയുടെ 60 പുത്രിമാരിൽ ഒരാളാണ് സതീദേവി. അവൾ ശ്രീ പരമേശ്വരനെ വരിച്ച് കൈലാസത്തിൽ വസിച്ചു. ഒരിക്കൽ ദക്ഷ പ്രജാപതി തൻ്റെ ഒരു യാഗത്തിലേക്ക് സമസ്ത ദേവന്മാരെയും ക്ഷണിച്ചപ്പോൾ ശിവനെ മാത്രം ക്ഷണിച്ചില്ല. അതായത് മകളുടെ ഭർത്താവിനെ അതിവിശിഷ്ടമായ യജ്ഞവേദിയിലേക്ക് ക്ഷണിച്ചില്ല. ഇതിൽ ദുഃഖിതയായ സതീദേവി മഹാദേവനെ ക്ഷണിക്കാൻ അച്ഛനോട് വിട്ടുപോയതായിരിക്കും എന്ന് ശിവനോട് പറഞ്ഞു. ശിവൻ പറഞ്ഞു, അങ്ങനെയല്ല, എൻ്റെ സാന്നിധ്യവും കൂടെ നിന്റെ സാന്നിധ്യവും അദ്ദേഹം ആഗ്രഹിക്കാത്തതുകൊണ്ട് ബോധപൂർവം നമ്മളെ വിളിക്കാതിരുന്നതാണ്. ആയതുകൊണ്ട് തന്നെ ആ ദക്ഷയാഗം നടക്കുന്ന യാഗവേദിക്കരികിലേക്ക് നീ പോകുവാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞു. എന്നാൽ മകളെ അച്ഛൻ ക്ഷണിക്കേണ്ടതില്ല, അച്ഛൻ ബോധപൂർവം ചെയ്തതല്ല, അച്ഛനോട് മറന്നുപോയതായിരിക്കാം എന്ന സങ്കല്പത്തിൽ ഭർത്താവിൻ്റെ വാക്കുകളെ ധിക്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭർത്താവിനെ നിർബന്ധിച്ചുകൊണ്ട് സതീദേവി യാഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെല്ലുകയാണ്. എന്നാൽ സതീദേവിയും കൂടെ ശിവഗണങ്ങളും വരുന്നത് കണ്ടപ്പോൾ അരിശം മൂത്ത ദക്ഷൻ പുത്രിയെ മാനിച്ചില്ലെന്ന് മാത്രമല്ല, സമസ്ത ലോകത്തിൻ്റെയും മുന്നിൽ വെച്ച് സതിയെ അധിക്ഷേപിക്കുകയും ശിവനെ അവഹേളിക്കുകയും ചെയ്തു. അരിശം പൂണ്ട സതീദേവി നീചനായ ദക്ഷന്റെ അംശത്തിൽ ജനിച്ച ഈ ശരീരം വേണ്ടെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ് യജ്ഞാഗ്നിയിൽ എടുത്തു ചാടി ആത്മാഹുതി നടത്തി. ഇതുകണ്ട് വീരഭദ്രന്റെ നേതൃത്വത്തിൽ ശിവഗണങ്ങൾ യജ്ഞമണ്ഡപം തകർക്കുകയും അനേകം പേരെ വധിക്കുകയും ചെയ്തു. ഭഗവാൻ ശിവൻ വീരഭദ്രന്റെ രൂപമെടുത്ത് ദക്ഷന്റെ തല വെട്ടിമാറ്റി. ദേവന്മാരുടെ അഭ്യർത്ഥന പ്രകാരം ശിവൻ ദക്ഷന് ആടിന്റെ തല കൊടുത്ത് ജീവിപ്പിച്ചു. സതീദേവിയുടെ ശരീരമെടുത്ത് ക്രോധം പൂണ്ട ശിവൻ താണ്ഡവം ആരംഭിച്ചു. 3 ലോകങ്ങളും കിടുങ്ങി. ശിവനെ അനുനയിപ്പിക്കുവാൻ ശിവന്റെ കയ്യിൽ നിന്നും സതീദേവിയുടെ മൃതശരീരം സുദർശന ചക്രത്താൽ വിഷ്ണു ഭഗവാൻ 52 കഷ്ണങ്ങളായി ഛേദിച്ചു. ഈ ശരീരഭാഗങ്ങൾ അഖണ്ഡഭാരതത്തിന്റെ 52 സ്ഥലങ്ങളിൽ വന്നു വീണു. അതാണ് ഇന്നത്തെ 52 ശക്തിപീഠങ്ങൾ. അങ്ങനെ സതീദേവി ആത്മാഹുതി ചെയ്തു. അസുരചക്രവർത്തിയും തപസ്വിയുമായിരുന്ന വജ്രാംഗന്റെയും വരാംഗിയുടെയും പുത്രനായ താരകാസുരൻ ഈ സമയത്ത് ലോകം മുഴുവൻ അനീതി വിതച്ചുകൊണ്ടിരുന്നു. താരകാസുരൻ ബ്രഹ്മാവിനോട് നേടിയ വരമിതായിരുന്നു: 7 ദിവസം പ്രായമുള്ള ഒരു കുട്ടിക്ക് എന്നെ വധിക്കാൻ പറ്റൂ എന്ന വരം. ദേവന്മാരുടെ അഭ്യർത്ഥന പ്രകാരം അത്തരമൊരു കുട്ടി ജനിക്കാൻ കാരണഭൂതയാവാൻ ജഗദംബ സമ്മതിക്കുകയും ഹിമവാന്റെയും മൈനാദേവിയുടെയും പുത്രിയായി അവതരിക്കുകയും ചെയ്തു. സതീദേവിയുടെ പുനരവതാരമായിരുന്നു അത്, ഹിമവാന്റെ പുത്രിയായ പാർവതിയായിട്ട്. ദേവി ശിവനു വേണ്ടി തപസ്സനുഷ്ഠിച്ചു. ശിവൻ വടുരൂപത്തിൽ ദേവിയുടെ ഭക്തി പരീക്ഷിക്കാനായി ശിവനിന്ദ ചെയ്തുകൊണ്ട് സംസാരിച്ചു. എന്നാൽ ദേവിയുടെ അചഞ്ചലമായ ഭക്തിയാൽ സംതൃപ്തനായ പരമശിവൻ പാർവതീദേവിയെ പത്നിയായി വരിച്ചു. പാർവതിയുടെയും ശിവന്റെയും പുത്രനായ കാർത്തികേയൻ താരകാസുരനെ വധിച്ചു. രംഭൻ എന്ന രാക്ഷസന്റെ പുത്രനായിരുന്നു മഹിഷാസുരൻ. ദേവിയെ കണ്ട് മോഹിക്കുകയും തന്നെ യുദ്ധത്തിൽ തോൽപ്പിച്ചാൽ വിവാഹമാകാമെന്ന് ദേവി ഉത്തരം നൽകുകയും ചെയ്തു. ഇത് കേട്ട് യുദ്ധത്തിനടുത്ത് അസുരനെയും അയാളുടെ സേനാനായകന്മാരായിരുന്ന അസുരവീരന്മാരെയും ദേവി സംഹരിച്ചു. ഇന്നും മഹിഷാസുരമർദ്ദിനി സ്തോത്രത്തിലൂടെ ഈ വിന്ധ്യാചലവാസിനിയെ സ്തുതിക്കുന്നു. കശ്യപ പ്രജാപതിക്ക് ധനു എന്ന ഭാര്യയിൽ ജനിച്ച ശുംഭനും നിശുംഭനും അസുര ചക്രവർത്തിമാരായി. അവരുടെ സേനാനായകന്മാരോടും ദേവി യുദ്ധം ചെയ്തു. മധുകയുടെ ഭടന്മാർ മഹിഷാസുരൻ എന്നിവരെ പോലെ തന്നെ ദ്രുമലോചനൻ, ഷണ്ഡൻ, മുണ്ടൻ, രക്തബീജൻ, ശുംഭൻ, നിശുംഭൻ എന്നിവരെയും ദേവി സംഹരിച്ചു. പാർവതീദേവിയുമായി ബന്ധപ്പെട്ട നിരവധി സംഭവങ്ങൾ മഹാഭാരതത്തിലുണ്ട്. അന്നപൂർണയായ
സദാപൂർണയായ ശ്രീശങ്കര വല്ലഭയോട് ഭക്തർ നിത്യവും ജ്ഞാനവൈരാഗ്യ സിദ്ധിക്കു വേണ്ടി അപേക്ഷിക്കുന്നു. അന്നപൂർണേ സദാപൂർണേ ശങ്കര പ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യ സിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹി ച പാർവതി. ഈ മന്ത്രം പാർവതീ ദേവിയെ സ്തുതിച്ചുകൊണ്ട് ചെയ്യുന്നു. 3 ലോകങ്ങൾക്കും അമ്മയായ ജഗദീശ്വരിയെ സ്മരിക്കുന്ന ഭക്തന്മാർക്ക് 3 ലോകവും സ്വദേശമാണെന്ന വിശാല വീക്ഷണം ലഭിക്കുന്ന മറ്റൊരു ശ്ലോകം മാതാശ്ച പാർവതീദേവി പിതാദേവോ മഹേശ്വര ബാന്ധവാ ശിവഭക്തശ്ച സ്വദേശോ ഭുവനത്രയം. ഇതുപോലെ ഉമാ, കാർത്യായനി, ഗൗരി, കാളി, ഹൈമവതി, ദുർഗ, ഗിരിജ, ശിവ എന്നിവയാണ് ദേവിയുടെ പര്യായ പദങ്ങൾ. ഭാരതത്തിലെ ശൈവ ശാക്തേയ ഗ്രന്ഥങ്ങൾ, തന്ത്രമന്ത്ര ശാസ്ത്രങ്ങൾ, നിരവധി പുരാണങ്ങൾ, രാമായണം എന്നിവയിലെല്ലാം ശ്രീ പരമേശ്വര പാർവതി സംവാദ രൂപത്തിൽ അവതരിപ്പിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കുക. ഭാരതീയ ദേശീയ ജീവിതത്തിന്റെ അടിത്തട്ടിൽ ഏത് രംഗത്ത് ചികഞ്ഞു നോക്കിയാലും ശിവപാർവതി തത്വം കാണാം. നമ്മൾ പൊതുവെ സ്മരിക്കുന്ന മറ്റൊരു ശ്ലോകമാണ് യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ എന്ന്. സതീദേവി ഭാരതീയ സ്ത്രീരത്നങ്ങളിൽ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ആത്മാഭിമാനത്തിന്റെ പ്രതീകമായ സതീദേവി ദക്ഷയാഗം നടക്കുമ്പോൾ അവിടെ ചെന്ന് ദക്ഷപ്രജാപതി അപമാനിച്ചപ്പോൾ ആ അഗ്നിയിൽ ചാടി ആത്മാഹുതി നടത്തി. മലയാളികളായ നമ്മുടെ വിശ്വാസപ്രകാരം ദക്ഷയാഗം നടന്നത് കൊട്ടിയൂരിലാണ് എന്ന് നാം വിശ്വസിക്കുന്നു. ഇതിൻ്റെ പ്രത്യേക സവിശേഷത എന്തുകൊണ്ടെന്നാൽ ഭാരതം ശിവപാർവതി, രാമലക്ഷ്മണ, കൃഷ്ണരാധ എന്നൊക്കെ പറയുന്ന നമ്മുടെ പൂർവികന്മാരായ ദേവതകളെ അവരെല്ലാവരും ഞങ്ങളുടെ നാടുമായി ബന്ധപ്പെട്ടവരാണ് എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇപ്പം ദ്വാരകയിലാണ് മറ്റൊരു ഐതിഹ്യമായിട്ട് ദക്ഷയാഗം നടന്നത് എന്ന് പറയുന്നു. പക്ഷേ കൊട്ടിയൂരിലാണ് ദക്ഷയാഗം നടന്നത് എന്ന് ചില ആചാര്യന്മാരോ അഭിപ്രായപ്പെടുന്നു. എന്തായാലും ദക്ഷയാഗം നടന്നു എന്നത് സത്യം തന്നെ. അതെവിടെ വെച്ച് നടന്നു എന്നത് തർക്ക വിഷയമാക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം ശിവൻ കൈലാസനാഥനാണെങ്കിലും ശിവൻ കന്യാകുമാരിയിലാണെങ്കിലും നമുക്കൊരുപോലെ പ്രിയപ്പെട്ടതാണ്. ഇപ്പൊ കന്യാകുമാരി ദേവി തപസ് ചെയ്യുന്നത് കൈലാസനാഥനെയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ 52 ശക്തിപീഠങ്ങൾ ഭാരതത്തിന്റെ അഖണ്ഡ ഭാരതത്തിന്റെ 52 കോണുകളിലാണ്. അത് കാശ്മീരിലും കന്യാകുമാരിയിലും ഒറീസയിലും അങ്ങനെ ഭാരതം മുഴുവൻ പടർന്നു പന്തലിച്ച് കിടക്കുന്നുണ്ട് 52 ശക്തിപീഠങ്ങൾ എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ രാഷ്ട്രം എക്കാലത്തും ഏകമാണ് എന്നതിൻ്റെ പ്രതീകമാണ് സതീദേവിയുടെ ശരീരത്തിൻ്റെ 52 കഷ്ണങ്ങൾ 52 പ്രദേശങ്ങളിൽ വീണു എന്ന സങ്കല്പമെല്ലാം മനസ്സിലാക്കുക. ദക്ഷയാഗം നടന്നത് കൊട്ടിയൂർ എന്നതിന് നമുക്ക് അഭിമാനിക്കുവാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൊട്ടിയൂരപ്പനെ ആരാധിക്കുന്നത് ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ച് വളരെ വലിയ ഒരു ചടങ്ങാണ് എന്ന് മനസ്സിലാക്കുക. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.